സാറ് പത്രിക സമർപ്പിച്ചല്ലേ? ഓ സമർപ്പിച്ചു. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ സാറേ? ഒരുപാട് ചോദ്യങ്ങൾ വേണേ. ഓക്കെ. ഈ വ്ളോഗറായ സാറിന് ഒരു രാഷ്ട്രീയ മുൻപരിചയമില്ലല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ മത്സരിക്കാൻ വന്നതിന്റെ ലക്ഷ്യം എന്താണ്? ജനനന്മ, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, 3-4-5 പാർട്ടിയിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഞാൻ. ഓരോ വർഷം ഞാൻ ഓരോ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നറിയോ? വളരെ നൂതനമായ പാർട്ടിയാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ വാരി കോരി കൊടുക്കുക. ഓക്കെ ഓക്കെ സാറേ. അപ്പോൾ താങ്കളെ നിലപാടിന്റെ രാജ്കുമാർ എന്ന് ജനം പറയുന്നുണ്ടല്ലോ, എന്താണ് അത്? ജനങ്ങൾക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടാന്നേ. എനിക്ക് ഒരു വിഷയത്തിൽ തന്നെ 4-5 നിലപാടുകളുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. 4-5? ചില വിഷയത്തിൽ 15 നിലപാട് അതേ വിഷയത്തില്. ഓ അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. 110% ഞാൻ MLA ആയിരിക്കും. പിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനവും കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനം വരെ ഏറ്റെടുക്കും ഞാൻ. ആര് നിർബന്ധിച്ചാലേ? ഞാനും എന്റെ പാർട്ടി നിർബന്ധിക്കണം, പിന്നെ എന്റെ വീട്ടുകാരും. ഇവിടുത്തെ നീറുന്ന പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാർക്ക്. ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് ഒരു കുളിക്കാൻ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാൻ സൈക്കിൾ ട്രാക്ക് ഉണ്ടോ? എന്തിനേറെ പറയുന്നത്, കളിക്കാൻ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ. ഇവിടെ ഗ്യാസ് ഇല്ല ഇപ്പോൾ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? അതിന് ഓടയിലൊരു പൈപ്പ് ഇട്ട് വലിച്ചാൽ പോരെ. ചിഹ്നം എന്താണ്? അത് കിട്ടിയിട്ടുണ്ട്, അതൊരു സസ്പെൻസ് ആണ്. ഇപ്പൊ വേണ്ട, കാണാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ എന്നാ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം.